ചേച്ചി, കോളേജ് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറുവാണ്. എനിക്ക് ഈ ബസ്സിലൊന്നും തൂങ്ങിന്ന് പോകാൻ പറ്റത്തില്ല. അളിയനോട് പറഞ്ഞ് എനിക്കൊരു ബൈക്ക് എടുത്ത് തരണം. എടാ, കഴിഞ്ഞ മാസമല്ലേ നിന്റെ ഫീസ് അടച്ച് തീർത്തത്? ഞാൻ ഒരു മയത്തിൽ പറയാം. പിന്നെ ഞാൻ എല്ലാം ചാടിക്കേറി പറഞ്ഞ് അങ്ങേരെങ്ങാനും കളഞ്ഞിട്ട് പോയാ എങ്ങനെ ജീവിക്കും? അതെനിക്കറിയത്തില്ല. പിന്നെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചേച്ചി നല്ല കാർപോച്ചൊക്കെ ഉള്ള ഒരു വലിയ വീട് വാടകയ്ക്ക് എടുക്കാൻ പറയണം. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നമുക്കൊരു കുറവുണ്ടാകാൻ പാടില്ല. ഏത് ഞാനിവിടെ സ്വന്തമായിട്ടൊരു വീട് വാങ്ങുന്ന കാര്യം പുള്ളിയോട് പറയാതിരിക്കുക. അങ്ങേരുടെ പേരിൽ ഒരു ലോൺ എടുത്ത് വാങ്ങട്ടെ, പയ്യെ അടച്ചു തീർത്താൽ മതിയല്ലോ. അത് ശരിയാണ്. അത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അല്ലേ? ചേട്ടൻ എന്തായി തപ്പുന്നേ? അതെ, ഞാൻ ഇവിടെ ഒരു നീല കളർ നൂലും സൂചിയും വെച്ചിരുന്നു, കണ്ടായിരുന്നു. എന്തിനാ സൂചി നൂലും ഇപ്പൊ? ഈ ഉടുപ്പൊന്ന് പുറത്തിട്ടുണ്ട് പോകാൻ. എന്താണ്ട് ഇവിടെ കുറച്ച് തയ്യൽ വിട്ടുപോയി തയ്ക്കാൻ. വെറുതെ എച്ചിത്തരം കാണിക്കാതെ അത് തറ തുടയ്ക്കാൻ വല്ല ഇട്. എന്റെ ആ ഷെൽഫിലെ അങ്ങറ്റുണ്ട് പുതിയ ഷർട്ട്, അതെടുത്തിട്ട്. അതിന് ഞാനിത് 2 വട്ടം ഇട്ടിട്ടുള്ളൂ. തൽക്കാലം നിങ്ങളത് എവിടെ വയ്ക്കേ. പിന്നെ വൈകിട്ട് നമുക്കൊന്ന് അമ്പലത്തിൽ പോണേ. പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഡിന്നറൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാം. എടോ, മാസാവസാനമാണ്, ക്യാഷ് തികയില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദിവസവും കുറച്ച് സേവിങ്സ് ഒക്കെ മാറ്റിയിടുന്നുണ്ടല്ലോ, അതിൽ നിന്ന് എടുത്തങ്ങ് ഉപയോഗിക്കണം. ഇതിപ്പോ 3-4 മാസമായി. വരവിനേക്കാളും കൂടുതൽ ചെലവാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയായിട്ടാ? എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഏട്ടൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ചെലവ് കൂടുതലാണെങ്കിൽ ചേട്ടൻ കുറച്ച് കൂടുതൽ വരുമാനം കണ്ടെത്തണം. അത് നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമാണോ? അച്ഛനില്ലാത്ത ഈ വീട്ടില് ഏട്ടൻ വന്നതിന് ശേഷം ആ കുറവ് മാറിയത്. എനിക്കായാലും അവനായാലും ഏട്ടനോടല്ലേ എല്ലാം പറയാൻ പറ്റൂ. ഈ വീട്ടില് ചേട്ടന് അച്ഛൻ്റെ സ്ഥാനം. അതുകൊണ്ട് പ്ലീസ് ഏട്ടാ. നീ ഇമോഷണൽ ആവാതെ നമുക്ക് പോവാം. മോളെ, നമ്മളെ അമ്പലമാണ്, നമ്മുടെ ഉത്സവമാണ്. നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും സ്പോൺസർ ചെയ്യണം. എല്ലാവർക്കും ഉടുപ്പെടുക്കണം. പിന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ പേരിൽ അന്നദാനം, വഴിപാട് ഇതെല്ലാം നടത്തണം. അവനോട് അടുത്ത മാസം 6-ാം തീയതി തന്നെ ഇതെല്ലാം ചെയ്യണമെന്ന് മക്കൾ പറയണം. അമ്മ, ഇതെല്ലാം ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം അതല്ല ആലോചിക്കുന്നത്. നമുക്കേ നമ്മുടെ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു ആനയെ സ്പോൺസർ ചെയ്താലോന്ന്. ഇപ്പം മൈക്കിൽ കൂടെ വിളിച്ചു പറയില്ലേ നമ്മുടെ കുടുംബ പേരോടുകൂടി? നല്ലതല്ലേ? നീ ഇതെന്താ ആലോചിക്കുന്നേ? അതൊക്കെ നല്ലതാ. ബൈക്കിൻ്റെ എന്തായി? ഇടാ, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ശരിയാക്കാം. എന്തൊക്കെ ആയാലും ഒരു കുറവും വരരുത്. എല്ലാം സെറ്റാക്കാം. മോളെ, നീ ലിസ്റ്റ് എഴുതുമ്പോഴേ ആ കോട്ടയത്തുള്ള കുടുംബമുണ്ടല്ലോ, എൻ്റെ സഹോദരൻ്റെ, അവരെല്ലാവരും വരും. ആലപ്പുഴയുള്ള എൻ്റെ അനിയത്തി, ഭർത്താവ്, അതേപോലെ കൊല്ലത്തുള്ളവർ, അതിൻ്റെ അനിയത്തിമാർക്ക് എല്ലാവർക്കും ഡ്രസ്സുകൾ എടുക്കണം. അതേപോലെ തന്നെ ഈ സാരിയൊക്കെ ഒരു 1000 രൂപ കുറയാത്ത സാരി വേണം. മുണ്ടും അതേപോലെ നല്ല മുണ്ട് തന്നെ എടുക്കുകയും വേണം. ചിറ്റയ്ക്കുള്ളതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടമ്മ. ബാക്കി ഇപ്പം അമ്മ പറഞ്ഞതുകൂടെ ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതെ, ഇത്രയും തുണിയുടെയൊക്കെ ആവശ്യമുണ്ടോ? പിന്നെ തുണി എടുക്കണ്ടേ? ഇവിടെ വരുന്ന എൻ്റെ ബന്ധുക്കൾക്കെല്ലാം എടുത്തു കൊടുക്കണ്ടേ? എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പം ഇതിനൊന്നും ഒരു കുറവില്ലായിരുന്നു. കഴിഞ്ഞ വട്ടം ഈ ഉത്സവത്തിന് ചിലവാക്കിയത് ഭയങ്കര വലിയ ബഡ്ജറ്റായിരുന്നു. അത് എനിക്ക് താങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്തവണ ഈ ചെലവൊന്ന് ചുരുക്കിക്കൂടെ? എങ്ങനെ ചെലവ് ഇരിക്കണമെന്നാ ചേട്ടൻ പറയുന്നേ? അല്ല, ഈ വർഷം ഇവന് ജോലി ആയിട്ടില്ലേ? അപ്പോ ഇവൻ നടത്തട്ടെ ചെലവ്. അതൊന്നും പറ്റൂല. അതെന്താ പറ്റാത്ത? ചേട്ടാ, അതിന് അവൻ ഇപ്പം ജോലിക്ക് കയറിയല്ലേ ഉള്ളൂ. എന്നാ പിന്നെ അവനെ വണ്ടി എടുക്കണ്ട, നമുക്ക് ആ പൈസ ഇതിന് ഉപയോഗിക്കാം. വണ്ടി അവൻ ലോൺ എടുക്കട്ടെ, അവനിപ്പോ ശമ്പളമൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ എന്താ ഈ പറയുന്നേ? അവൻ കൊച്ചു പയ്യനല്ലേ? ഈ ബാധ്യതയൊക്കെ എടുത്തു വെക്കാനുള്ള ഒരു പരുവായോ അവൻ? ഞാനും ഈ പ്രായത്തിൽ തന്നെ എൻ്റെ കുടുംബം നോക്കി തുടങ്ങി. ചേട്ടാ, ഒന്ന് മനസ്സിലാക്കി സംസാരിക്കേ. ഞങ്ങളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നു. ഹലോ ഏട്ടാ. എന്താ വിളിച്ചേ? ഏട്ടത്തി, ഏട്ടനില്ലേ? നമ്മുടെ അച്ഛന് സുഖമില്ലാണ്ടായിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അതിനിപ്പോ എന്താ? ചത്തൊന്നുമില്ലല്ലോ. എന്താ ഏട്ടത്തി ഇങ്ങനെ പറയുന്നേ? ഏട്ടനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയോ? ഇവിടെ ഏട്ടൻ്റെ ആവശ്യമുണ്ട് ഇപ്പോൾ. എന്തിന്? നിങ്ങളുടെ അച്ഛന് ഒരു മോൻ കൂടെ ഇല്ലേ? ശിവയ്ക്ക് ജോലിയുണ്ടല്ലോ, അപ്പൊ അവനും കുടുംബം നോക്കാം. ശിവയാ കൊണ്ടുപോയത്. എനിക്ക് ഇപ്പൊ എക്സാം നടക്കുന്ന സമയമാണ്. പിന്നെ അച്ഛനാ പറഞ്ഞ ഏട്ടനെ അറിയിക്കുന്ന കാര്യം. ഞാൻ പറഞ്ഞോളാം. ഏട്ടനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയണേ. കുറേ ആയില്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഏട്ടനാണെങ്കിൽ ഇപ്പോൾ ഫോണിൽ വിളിച്ചാലും കിട്ടാറില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഒരു 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്കാ നീ ആ ശിവയോട് പറ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒന്ന് ഏറ്റെടുക്കാൻ. ഓരോ കള്ളത്തരങ്ങളും പറഞ്ഞുകൊണ്ട് വിളിച്ചോളൂ ചേട്ടൻ്റെ നിന്ന് പണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്.
ആരാടി വിളിച്ചേ? അതോ നിങ്ങളുടെ അനിയത്തി പ്രിയ. എന്തുറ്റി? പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ മാസം മാസം കൊടുക്കുന്നില്ലേ കാശ്, അത് അടുത്ത മാസത്തെ കുറച്ച് നേരത്തെ കൊടുക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് വിളിച്ചതാ. എന്ത് കുടുംബമാണ് ഏട്ടാ നിങ്ങളുടെ അനിയൻ ശിവയ്ക്ക് ജോലിയില്ലേ? അവൻ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തൂടെ? എന്നാലും പണത്തിന്റെ ആവശ്യം വരുമ്പം കരഞ്ഞു വിളിച്ച് ഇനി തന്നെ വരും. നമ്മളെ ഇവിടെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ഉത്സവത്തിന്റെ ചിലവെല്ലാം ഒരുവിധം ഒതുക്കി. വന്നവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. നമ്മളെടുത്ത് കൊടുത്ത ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടു. ശരിക്കും അവർക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു. നോക്കി ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ എനിക്ക് എന്താ വിളിയിട്ട്. ചേട്ടാ, പിന്നെ അവന്റെ ആ ബൈക്ക് അതും കൂടെ നമുക്കൊരു ലോൺ ഇട്ട് അങ്ങ് എടുത്തു കൊടുത്താൽ അവന് സമാധാനമാവും. അവന് ഭയങ്കര സങ്കടമുണ്ട് ബൈക്കില്ലാത്തതില്. അതെ, ഈ ഉത്സവത്തിന് ചിലവെല്ലാം കഴിഞ്ഞു, കയ്യിലുള്ള സേവിങ്സ് ഒക്കെ തീർന്നിരിക്കുക. നീ നിന്റെ അനിയനോട് പറ പകുതി പൈസ ഇടാം. അപ്പൊ ചുരുക്കം പറഞ്ഞ എന്റെ അനിയന്റെ വണ്ടിയുടെ കാര്യം നടക്കത്തില്ല. എന്തായാലും അവനെ കൊണ്ട് പൈസയൊന്നും ഇടിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ ഇതിനു വേണ്ടി എനിക്ക് ലോണൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങളെ മാസം മാസം നിങ്ങളുടെ വീട്ടിലോട്ട് പൈസ കൊടുക്കുന്നുണ്ടല്ലോ, അത് കുറച്ചങ്ങ് കുറയ്ക്കണം. ഒരു ലോൺ എടുത്താലും ആ കാശ് വെച്ചങ്ങ് അടച്ചൂടെ? ആകെപ്പാടെ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് ചെയ്യുന്നത് അത് മാത്രമാണ്. അത് അങ്ങനെ തന്നെ നടന്നു പോട്ടെ. നിങ്ങളുടെ അനിയൻ ശിവയ്ക്ക് ജോലിയില്ലേ? പിന്നെ പ്രിയ, അവള് PSC അല്ലേ പഠിക്കുന്നേ? പിന്നെ അവിടെ എന്താ ഇത്ര ചെലവ്? ചേട്ടാ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു അമ്മയും അനിയനും ഞാനും ഒക്കെ ഇല്ലേ? അപ്പൊ ഞങ്ങളെയല്ലേ കൂടുതൽ പരിഗണിക്കേണ്ടത്? ചേട്ടാ, എന്റെ അനിയൻ അവന്റെ അച്ഛനോട് പറയുമ്പോഴല്ലേ വണ്ടി എടുത്തു തരാൻ പറഞ്ഞത്. അപ്പൊ നമ്മളത് ചെയ്യണ്ടേ? പ്ലീസ്. എടോ, അച്ഛൻ്റെ മരുന്നിനൊക്കെ ഒരുപാടാവും വീട്ടില്. അതൊക്കെ ശിവ ചെയ്യൂലേ? ഞാൻ കൊടുക്കണ്ടെന്നല്ല പറയുന്നേ. കുറച്ച് നാളത്തേക്ക് നമുക്കതൊന്ന് കുറച്ചാ ഈ ആവശ്യം കണ്ടൂടെ? ശരി. ചേച്ചി, ഞാൻ ശിവയാണ്. ചേട്ടനെ നമ്മളെല്ലാവരും ഫോണിൽ നിന്നും 2 ദിവസമായിട്ട് വിളിക്കാൻ നോക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. ശിവയോ? ഇതേത് നമ്പരാ? ഇതെന്റെ കൂട്ടുകാരൻ്റെ നമ്പറാണ്. ആ, നീ പറ, എന്താ കാര്യം? ചേച്ചി, അത്യാവശ്യമാണ്. ചേട്ടനടുത്ത് പെട്ടെന്ന് വിളിക്കാൻ പറയണേ. ആ, ചേട്ടൻ പുറത്തു പോയിക്കുക. ഞാൻ വരുമ്പോ പറയാം അങ്ങോട്ട് വിളിക്കാൻ. അച്ഛൻ്റെ കാര്യമാണ്. ഓ, ആരാടി വിളിച്ചേ? അങ്ങേരുടെ അനിയൻ ശിവ. അനിയനും അനിയത്തിയും കൂടെ മാറി മാറി വിളിക്കുക. എല്ലാ നമ്പരും ഞാൻ ബ്ലോക്ക് ചെയ്തതാ. ഇപ്പൊ ഏതോ പുതിയ നമ്പറിൽ നിന്ന് വിളിച്ചേക്കുന്നു. അങ്ങേരുടെ അച്ഛനൊട്ടും വയ്യ, ക്രിട്ടിക്കലാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അത് പറയാനായിരിക്കും. ചേട്ടാ, ചേട്ടാ, ഇവനാ? ചേട്ടാ, ഒന്നിങ്ങ് ഇറങ്ങി വന്നേ. ചേട്ടനൊന്നും ഇവിടെ ഇല്ല, പുറത്തു പോയിക്കുക. നീ പോയേ, വരുമ്പോ ഞാൻ പറയാം. ഞാൻ ചേട്ടനെ കണ്ടിട്ട് എവിടെ നിന്ന് പോകുന്നുള്ളൂ. ഇവിടെ വിഷ്ണു, ഒന്നിങ്ങ് വന്നേ, വാടാ. ഇവിടെ ഇവനൊന്ന് പറഞ്ഞു ഇവിടെ അങ്ങേര് കാണുന്നുമ്പേ. ആരെ വിളിച്ചാലും ഞാൻ ചേട്ടനെ കണ്ടിട്ട് എവിടെ നിന്ന് പോകുന്നുള്ളൂ. ശിവ, നീ ഇപ്പൊ എന്നെ വിളിക്കാറില്ലല്ലോ. ഞാൻ ചേട്ടത്തിന് ഇങ്ങോട്ട് മാറിയതിനു ശേഷം നിനക്ക് എന്നെ വേണ്ടതായോ? നമ്പർ ബ്ലോക്കാക്കി ആർക്കും വിളിക്കാൻ പറ്റൂല. ബ്ലോക്കോ? അതെ, അച്ഛൻ വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്ററിലോ? ഇന്ന് വന്ന അവസാനമായിട്ടൊന്ന് കാണാം. നിങ്ങളുടെ പൈസയൊന്നും വേണ്ട, അച്ഛൻ്റെ ആഗ്രഹമാണ് നിങ്ങൾ അവസാനമായിട്ടൊന്ന് കാണണമെന്ന്. ഇന്ന് വന്നാൽ അതൊന്ന് നടത്തി തരണം. പ്രിയയെ ഞാനും ഒക്കെ ഒരുപാട് വട്ടം ഏട്ടനെ വിളിച്ചതാണ്. ഏട്ടനെ വിളിച്ച ഏട്ടത്തിയാണല്ലോ ഫോൺ എടുക്കണത്. ഏട്ടത്തിക്കെല്ലാം അറിയാം, ചോദിച്ചു നോക്കിയാൽ. എടി, സ്വന്തം കുടുംബമാണെന്ന് വിചാരിച്ചാണ് നീയും നിന്റെ അനിയനും അമ്മയും നടത്തിയ എല്ലാ നാടകത്തിനും ഞാൻ നിങ്ങളുടെ താളത്തിന് തുള്ളിയത്. പക്ഷെ നീ ഇത് എന്നോട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി ഞാൻ ഈ വീട്ടിന് വേണ്ടി 10 പൈസ ചെലവാക്കില്ല. ഇവിടെ നിന്ന് ഇറങ്ങുക. നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് അങ്ങ് വാ. ഒരു കാര്യം കൂടെ, ഇനി എന്ത് ചെലവുണ്ടെങ്കിലും നിന്റെ അനിയനുണ്ടല്ലോ, ആ പേങ്ങൻ്റെ തലയ്ക്ക് വെച്ചോണം. മനസ്സിലായോ? നീ വേടാ.